ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. അക്ബർ നെവിൻ അവരുടെ മൈസി കോർണറിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ അക്ബർ പറയുന്നുണ്ട്, ഇപ്പൊ ശരിക്കും അവർക്ക് ഗ്യാങ് ആയല്ലേ, അനു, ആദില, നൂറ, ഷാനവാസിക്ക, അനീഷേട്ടൻ, ഇവരൊക്കെ ഗ്യാങ് ആയല്ലേ. ജയിലിൽ ഇരുന്നിട്ട് അക്ബർ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിലേക്ക് അക്ബർ കടന്നിട്ടുണ്ടോ? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? കമന്റ് സെക്ഷനിൽ പറയുക. അനീഷിനെയും സാബുവിനെയും പ്രതീക്ഷിച്ചില്ല ഞാൻ എന്ന് നെവിൻ പറയുന്നുണ്ട്. അനീഷിനെയും സാബുവിനെയും പ്രതീക്ഷിച്ചില്ല ഞാനോ? അതെന്ത് ഡോക്കാണ് നെവിനെ? സാബുമാന് അനീഷേട്ടനെ ഇഷ്ടമല്ല, അനീഷേട്ടന്റെ കുറ്റങ്ങൾ പറയാൻ ഞങ്ങളുടെ അടുത്തേക്ക് അവൻ വരും. എന്നുവെച്ചാൽ അക്ബറിന്റെ ആര്യന്റെ അടുത്തേക്ക് അനീഷേട്ടന്റെ കുറ്റങ്ങൾ പറയാനായിട്ട് ആര്യം വരും. അത് വളരെ സത്യസന്ധമായ ഒരു കാര്യമാണ് അക്ബറിക്ക പറഞ്ഞത് കേട്ടോ. അത് കുറെ തവണയായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, അത് പറഞ്ഞിട്ടുമുണ്ട്. ഏഷ്ണി ഗെയിമാണ് സാബുമാൻ കളിക്കുന്നത്. ഏഷ്ണിക്ക് കൈയും കാലും വെച്ചൊരു കണ്ടസ്റ്റന്റ് ആണ് സാബു എന്ന് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. അപ്പോ പറയുന്നുണ്ട്, ഞങ്ങളുടെ അടുത്തേക്ക് അനീഷേട്ടന്റെ കുറ്റങ്ങൾ പറയാനായിട്ട് സാബു വരുമെന്ന് അക്ബർ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ചെറുതായിട്ട് ലവ് ട്രാക്ക്, അനുനമ്പി കളിയൊക്കെ ക്രിഞ്ചാണെന്ന് അവൻ എടുത്തു പറയാറുണ്ട്. അനീഷേട്ടനും അനുവും തമ്മിലുള്ള ലവ് ട്രാക്ക് സാധനം അത് ക്രിഞ്ചാണെന്ന് പറയാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ലവ് ട്രാക്ക്, എന്താണോ എന്തോ. അവനാള് പാവമൊക്കെയാണ്, പക്ഷെ അവൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഞാനും നീയും എന്തോ ഇതാണ് എന്നാണ്. അത് എന്തോ ഫിൽ ഇൻ ദ ബ്ലാങ്ക് കൊടുത്താണെന്ന് തോന്നുന്നു അക്ബർ. വില്ലൻ ആണെന്നായിരിക്കണം അക്ബർ ഉദ്ദേശിച്ചത്. അപ്പൊ നെവിൻ പറയുന്നുണ്ട്, ഐ ഡോണ്ട് കെയർ, ഇവിടെയുള്ള ഒരുത്തന്റെയും സർട്ടിഫിക്കറ്റ് എനിക്ക് ഇനി വേണ്ട, അവിടെ ഇരിക്കുന്ന ഗോതമ്പ് മാവ് ഞാൻ എടുത്ത് ഒട്ടിച്ചതല്ല എല്ലാത്തിന്റെയും വായിക്കാത്ത എന്ന് നെവിൻ പറയുന്നുണ്ട്. നെവിൻ അത് തമാശയ്ക്ക് പറഞ്ഞതാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം കേട്ടോ. കാരണം ഇനി അങ്ങനത്തെ പരിപാടി വല്ല നെവിൻ കാണിച്ചു കഴിഞ്ഞാൽ നെവിനെ തൂക്കിയെടുത്ത് വെളിയിലിടുമെന്ന് ഞാനിടം പ്രത്യേകം എടുത്ത് പറയാനായിട്ട് പറഞ്ഞു. അപ്പോ ഇതാണ് ലൈവിനകത്ത് നടന്നൊരു കോൺവെർസേഷൻ. ശരിക്കും ഈ സാബുമാൻ, നെവിന്, അക്ബർ ഇവരൊക്കെ ഓർത്തോണ്ടിരിക്കുന്ന അനീഷ് ഭയങ്കര വീക്ക് കണ്ടസ്റ്റന്റ് ആണ്, അനീഷ് പുറത്താകുമെന്നായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് സാബുമാൻ ആൻഡ് നെവിൻ. സാബുമാനോട് ഒരാളെ സേവ് ചെയ്യാൻ ലാലട്ടൻ പറഞ്ഞപ്പോ സാബുമാൻ ചെയ്തൊരു വൃത്തികെട്ട പ്രവൃത്തി, അത് എനിക്കത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അത് സേവ് ചെയ്തത് ആര്യനെയാണ്, അത് പോട്ടെ. അനീഷേട്ടൻ അത്രക്കില്ല എന്നുള്ളൊരു ഡയലോഗ് അവിടെ വളരെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിരുന്നു. അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം സാബുവിന് അവിടെ ഇല്ലായിരുന്നു. പക്ഷെ വെറുതെ അവിടെ കൂട്ടിച്ചേർക്കുന്ന അങ്ങനെ ഒരു വാക്ക് അത് ലാലേട്ടനും ഇഷ്ടപ്പെടുന്നില്ല. ലാലേട്ടൻ അനീഷിനെ സേവ് ചെയ്യുന്നുണ്ട് അപ്പൊ തന്നെ. അങ്ങനെ പറയാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ദേഷ്യപ്പെട്ടിട്ടാണ് അനീഷിനെ സേവ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സംഭവം ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ബാഡടിച്ചു. ഇയാളൊരു മുഖം മൂടി അണിഞ്ഞ് അവിടെ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഏഷ്ണിക്ക് കൈയും കാലും വെച്ചൊരു കണ്ടസ്റ്റന്റ് ആണ് സാബു. അത് സാബു അവിടെ ആ ചിരിച്ച് കളിച്ച് ചിരിച്ച് ഇളിഞ്ഞവായുമായിട്ട് ഇരിക്കുന്നല്ലാതെ പുള്ളിക്ക് ഒരു ഗെയിമോ കാര്യങ്ങളോ ഒന്നും ഏഷ്ണി പറയാൻ മാത്രം അറിയാം. വാ തുറന്ന് ഏഷ്ണി അല്ലാതെ വേറൊന്നും വരാറില്ല. അപ്പൊ അതാണ് അക്ബർ ഇവിടെ തുറന്ന് പറയുന്നത്. അക്ബറിന്റെ വായിന്ന് തന്നെ അത് കേൾക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. പിന്നെ അക്ബറിന് ഇവരുടെ രണ്ടുപേരുടെയും സപ്പോർട്ട് ഇപ്പൊ അനിവാര്യമാണ്, നെവിന്റെയും പിന്നെ സാബുവിന്റെയും ഗെയിം. എന്നാൽ മാത്രമേ ആ രാഷ്ട്രീയക്കാരൻ പൊളിറ്റിക്കൽ ഗെയിം ഇനി നടക്കുകയുള്ളൂ. സാബുമാന്റെയും കൂടി സപ്പോർട്ട് വേണം അക്ബറിന് ശരിക്കും അനീഷിനൊക്കെ എതിരെ കളിക്കാനായിട്ട്. അപ്പോ സാബുമാൻ എല്ലായിടത്തും വരുന്ന ഏഷ്ണി പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പ്രേക്ഷകർ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പറയുക. ഇതാണ് ഇപ്പൊ ലൈവിൽ നടന്നൊരു കോൺവെർസേഷൻ.